ഹലോ ഗായ്സ്, കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ 2ാം വാർഡിൽ കോയോട്ടുമുലയിലെ SSLC +2 കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികൾ, നമ്മളിവിടെ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി പങ്കെടുത്ത ഡിവൈഎഫിന്റെ അതുപോലെ തന്നെ ബ്ലോക്ക് കമ്മിറ്റിയും വില്ലേജ് മേഖലാ സെക്രട്ടറിയായിട്ടുള്ള രാഹുൽ പിന്നെ എല്ലാവരും ഉണ്ട്. അതുപോലെ ഈ പരിപാടിയിൽ അധ്യക്ഷസ്ഥാനം സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ആർദ്ര, അതിനായി ആർദ്രയെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിദ്യാർത്ഥികൾ, ഡിവൈഎഫ്ഐ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും SSLCയിലും +2ലും വിജയിച്ചിട്ടുള്ളതും LSS USS നേടിയിട്ടുള്ളതുമായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന പഠനോത്സവം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിൽ നിന്ന് മാറി വിജയികളായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിക്കുക എന്ന വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് യൂണിറ്റുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇത്തരത്തിൽ പഠനോത്സവം എന്ന പേരിട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത്. കേവലം A+കളുടെ എണ്ണത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ, അവരുടെ കഴിവുകളെ വേർതിരിച്ച് കാണേണ്ടതില്ല എന്ന നല്ലൊരു മഹത്തായ സന്ദേശമാണ് ഡിവൈഎഫ്ഐ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഓരോ മനുഷ്യന്റെയും കഴിവുകൾ അവ വ്യത്യസ്തങ്ങളായിരിക്കും. ഒരുമിച്ചൊരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരു കുട്ടിക്ക് ചിലപ്പോൾ നന്നായിട്ട് എഴുതാൻ കഴിയുമായിരിക്കും, മറ്റൊരു വിദ്യാർത്ഥിക്ക് നന്നായി പാട്ട് പാടാൻ കഴിയുമായിരിക്കും, മറ്റൊരു വിദ്യാർത്ഥിക്ക് നന്നായി ഡാൻസ് കളിക്കാൻ കഴിയുമായിരിക്കും. ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള കഴിവുകൾ കൂടിച്ചേർന്നിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. ആ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ ആ കഴിവുകൾക്ക് അടിസ്ഥാനമാക്കി ഉന്നത നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യ അഭ്യസിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കിഷ്ടമുള്ള മേഖലകളെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് അതിൽ ഉന്നത വിജയം നേടിക്കൊണ്ട് ജീവിത വിജയം സ്വായത്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് മുന്നേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന SSLCയുടെയും +2യുടെയും വിജയ ശതമാനം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി +2യിലും SSLCയിലും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകൾ, സ്കോപ്പുകൾ നിരവധിയായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മുൻപ് SSLC കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു 5 A+ ഉള്ള ഹ്യൂമാനിറ്റീസ് എടുത്തും 7 A+ ആ ഒരു റേഞ്ചിലുള്ളവർ കൊമേഴ്സ് എടുത്തും മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയവർ സയൻസ് എടുത്തും വിദ്യാഭ്യാസത്തിന്റെ ഉന്നത നിലയിലേക്ക് പോകുന്നതിൽ നിന്ന് മാറി നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്, അതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ എങ്ങനെയാണ് നേടേണ്ടത്, ഏത് വിഷയമാണ് പഠിക്കേണ്ടത് എന്ന് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കളുള്ള ആ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പഠന സാഹചര്യം ഒരുക്കി കൊടുക്കാവുന്ന രീതിയിൽ എങ്ങനെയും അത് നടത്തി കൊടുക്കുന്ന ആ ഒരു ചങ്കൂറ്റമുള്ള രക്ഷിതാക്കളുള്ള ഒരു സമൂഹമായിട്ട് നമ്മുടെ കേരളം മാറി. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള അനുമോദന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള അനുമോദന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്? നിങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടാവും, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ശരിക്കും
ലക്ഷ്യ കെ LSS. എല്ലാവരും കൈയടിക്കുക. അടുത്തത് +2 ഫുൾ എ പ്ലസ് അശ്വിൻ രാജീവ്. അടുത്തത് SSLC ഫുൾ എ പ്ലസ് അഫ്ര അഷറഫ്. DRK SLC. അടുത്തത് SSLC നിഹ ഫാത്തിമ. നിഹ ഫാത്തിമ. നിഹ ഫാത്തിമ. അനന്തു കൃഷ്ണ. ഫാത്തിമത്ത് സഹല. ബിപിൻ ദിനേശൻ. അഖിലജ് IV. വന്ദന KP. വന്ദന KP. വന്ദന KP. ഫിദ KP. ഫിദ KP. ഷാദിൽ. ഷാദിൽ. ഫർഹാൻ KK. ഫർഹാൻ KK. മുഹമ്മദ് റസീൽ. +2 മുഹമ്മദ് റസീൽ. മുഹമ്മദ് റസീൽ. റിഫ റഷീദ. റിഫ റഷീദ. ഫാത്തിമ റിഫ. ഫാത്തിമ റിഫ. മുനവീർ. മുനവീർ. അടുത്തതായി B.Ed പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനോട് പാസ്സാകിയ നമ്മുടെ അടുത്ത മുഖ്യസ്ഥ ആതിര TC. B.Ed പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനോട് പാസ്സായ ആതിര TC. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള വിജയികളായിട്ടുള്ള SLC +2 അതുപോലെ തന്നെ LSS അങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്ക് വിജയം കൈവരിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുമോദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോയോട്ടുമല യൂണിറ്റ് ഭാഗമായിട്ട് അത് നിർവഹിച്ചിട്ടുണ്ട്. അധ്യക്ഷ പ്രസംഗം നടത്തിയ നമ്മുടെ രോണിച്ചി, അതുപോലെ തന്നെ രാഹുലേട്ടൻ, ഉദ്ഘാടക നമ്മുടെ DYFI മയിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം ആദ്ര, എല്ലാവർക്കും എൻ്റെ പേരിലും അതുപോലെ തന്നെ DYFI കോഴിട്ടുമലയുടെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും വിജയം കൈവരിച്ച അതുപോലെ തന്നെ
അർഹരായ ഓരോ വിദ്യാർത്ഥികളെയും എൻ്റെ പേരിലും ഡിവൈഎഫ്ഐ കോഴിക്കോട്ടുമലയുടെ പേരിലും വിജയം കൈവരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹലോ ഗായ്സ്, ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.